തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാണ്. മറ്റത്തൂർ 4-ാം വാർഡിൽ UDFന് 2 സ്ഥാനാർത്ഥികൾ. തൃശൂർ DCC പ്രസിഡന്റ് പണപ്പിരിവ് നടത്തി പുറത്തുനിന്നും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നെന്ന ആരോപണത്തെ തുടർന്നാണ് വാർഡിൽ വിമത സ്ഥാനാർത്ഥി നിൽക്കുന്നത്. ഇതിനിടെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളെ പരിഗണിച്ചില്ല എന്ന വലിയ ആക്ഷേപവും ഉയരുന്നുണ്ട്. സാരംഗ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് കേവലമായ വിമത തർക്കമോ സ്ഥാനാർത്ഥികളോ എന്നുള്ളത് മാത്രമല്ല, ഈ രാജിയിലേക്കടക്കം വിമത പ്രവർത്തികളിലേക്കടക്കം പോകുന്നത് പൈസ വാങ്ങി സ്ഥാനാർത്ഥികളെ നിയമിക്കുന്നത് കൊണ്ട് അർഹരായ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ ഒഴിവാക്കുന്നു എന്ന ആരോപണമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേരിടുന്നത്. എന്തൊക്കെയാണ് തൃശ്ശൂരിലെ ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിഷയങ്ങൾ ഇപ്പോൾ? തീർച്ചയായിട്ടും അജിംഷാദ് ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ, അതായത് സംസ്ഥാനത്തൊട്ടാകെയുള്ള കോൺഗ്രസിൻ്റെ ഉള്ളിലും UDFിനുള്ളിലും നടക്കുന്ന വിഭാഗീയതയിൽ ഏറ്റവും വലിയ ആരോപണം നിലനിൽക്കുന്നത് ഇത്തരത്തിൽ പണം പിരിവ് നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെയും പ്രശ്നമായിട്ടുള്ളത്. എന്തിനായാലും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ തർക്കം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ UDFിന് വേണ്ടിയിട്ട് 2 സ്ഥാനാർത്ഥികളാണ്, അതായത് 4-ാം വാർഡായ 3 മുറിയിലാണ് UDFിന് വേണ്ടിയിട്ട് 2 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. ഒന്ന് ടെസി ജോസാണ്, അതായത് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന ഒരു പേരിൽ ടെസി ജോസാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ UDFിന് വേണ്ടിയിട്ട് ഇതേ വാർഡിൽ തന്നെ ശാലിനി ജോയ് എന്ന ഒരു വനിത കൂടി മത്സരിക്കുന്നു. ഇത്തരത്തിൽ 2 വനിതകളാണ് ഈ കോൺഗ്രസിന് വേണ്ടി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ മത്സരിക്കുന്നു എന്നുള്ളത്. ഇത് തന്നെ വലിയൊരു വിഭാഗീയതയാണ് സൂചിപ്പിക്കുന്നത്. ഈ സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോൺഗ്രസിനുള്ളിൽ ആദ്യം മുതലേ തന്നെ, അതായത് സീറ്റ് നിർണ്ണയ ചർച്ചകളും അതുപോലെ തന്നെ കോർ കമ്മിറ്റികളുടെ ആരംഭം മുതലേ തന്നെ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയതിനു ശേഷം വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അത് ഒരു വിധത്തിൽ 2-ാം ഒരു കോർ കമ്മിറ്റി ചേർന്നുകൊണ്ട് തന്നെ അത് പരിഹരിക്കാമെന്ന ഒരു നിഗമനത്തിലായിരുന്നു ഈ DCC പ്രസിഡന്റ് ടാജറ്റ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത്. എന്നാൽ ഈ 2-ാം ഘട്ട പട്ടികയും പുറത്തിറക്കിയതോടെ, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതോടെ, പൂർണ്ണമായിട്ടും പട്ടികകൾ പ്രഖ്യാപിച്ചതോടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 20ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ പൂട്ടിയിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും ഈ DCC പ്രസിഡന്റ് സീറ്റ് പണം വാങ്ങിക്കൊണ്ട് സീറ്റ് പുറത്തു നിന്നുള്ള മറ്റുള്ള പലർക്കും വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ നൽകി എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. പാർട്ടി തലത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അപ്പാടെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റത്തൂരിലെ ഭിന്നതയ്ക്ക് കാരണം 2 സ്ഥാനാർത്ഥികൾ UDFിൻ്റെതായി രംഗത്തെത്തുന്നു.